നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJPയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ ശക്തികളാകെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗങ്ങളും ഉൾപ്പെടെ യുവജന വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടെ നടത്തിയ സമരം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ചുകൊണ്ട് എല്ലാ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ദേശവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് ജയിലിലടക്കുന്ന നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ, BJP സംഘപരിവാർ വിഭാഗത്തിന് മുട്ട് മടക്കേണ്ടി വന്ന ഒരു ഐതിഹാസിക സമരമായിട്ട് ആ സമരം മാറുകയുണ്ടായി. രാജ്യം എങ്ങനെയും മാറ്റാനാവും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയിട്ടുള്ള ഈ പോരാട്ടം. അതിൻ്റെ പിന്നിൽ താമസിച്ചാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പം നീങ്ങേണ്ടി വന്ന അവസ്ഥയും വ്യക്തമായ ദിശ നൽകുന്നത് അതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു കുറ്റപത്രം പോലെ രാജ്യത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസിൻ്റെയും അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെയും നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിനാവശ്യമായ ഉന്നത സമിതിയെ നിയോഗിക്കുമെന്ന് സുപ്രീം കോടതി നൽകുന്ന ഈ നിർദ്ദേശം ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ച് വളരെ ആവേശം നൽകുന്ന ഒന്നാണ്, സ്വാഗതം ചെയ്യേണ്ടുന്ന ഒന്നുകൂടിയാണ്. സമരവുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും യുവാക്കളെയും മോചിപ്പിക്കണം എന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിധി, സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യ ശക്തികൾക്ക് കരുത്തേകും എന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് നേരെയുള്ള ഒരു കുറ്റപത്രം കൂടിയായിട്ട് മാറുകയാണ്. ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ പോലും അനുവദിക്കാത്ത പോലീസിൻ്റെ ധാർഷ്ട്യത്തിനെതിരായ ശരിയായ തിരിച്ചടി കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. എന്തെല്ലാം രീതിയിലുള്ള ആയുധങ്ങളാണ് ഈ ചെറുപ്പക്കാർ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ പ്രയോഗിച്ചത് എന്ന് ഇപ്പോൾ വിവരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. AK-47 വരെ ഉപയോഗിച്ചു എന്നാണ്. പെല്ലറ്റ് ഗണ്ണും ചില്ലി ബോംബും ഷോക്ക് ബാറ്റണും ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര ബീഹാർ ഗവൺമെൻറ്റുകൾ ഈ സമരത്തെ നേരിട്ടത്. ഈ ചില്ലി ബോംബ് എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ പ്രയോഗമാണ്. ഗ്രനേഡിൽ വെച്ച് ചെറുപ്പക്കാർക്ക് നേരെ ഇത് പ്രയോഗിക്കുകയാണ് ചെയ്തത്. ഏറ്റവും വീര്യമുള്ള മുളക് ആണ് ചില്ലി ബോംബിൽ ഉപയോഗിക്കുന്നത്. അത്യാസന്ന നിലയിൽ കഴിയുന്ന കുട്ടികളെപ്പോലും കാണാൻ CPIMൻ്റെ MP-മാരെ പോലും അനുവദിക്കാത്ത നിലയാണ് പോലീസുകാർ സ്വീകരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആർക്കും അറിയാത്ത നിലയിലുള്ള ഒരു അവസ്ഥയാണ് ഇവർ സൃഷ്ടിച്ചത്. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ആത്മാവ് എന്ന് CJP
സഹസ്ഥാപക നേതാവ് സുധീർ സാങ്വാനും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ഒറ്റയ്ക്ക് ഒരു അജണ്ടയും CJPക്ക് ഇല്ലായിരുന്നുവെന്നും SFI, AISF തുടങ്ങിയ സംഘടനകളുമായി ആലോചിച്ചാണ് സമരരീതി തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിവാർത്ത പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ മാധ്യമങ്ങൾ, ചാനലുകൾ ഉൾപ്പെടെ ഈ ഇടതുപക്ഷ സാന്നിധ്യത്തെ പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ടാണ് വാർത്തകളും വിതരണം ചെയ്തത്. മാധ്യമങ്ങളുടെ വലതുപക്ഷ നിലപാടാണ് ഇതൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നത്. പൊതുവെ മലയാള ദൃശ്യമാധ്യമങ്ങൾ സമരം അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതും കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാട് എന്ത് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്.